രാവിലെ തൊട്ട് ഇത് തന്നെ. കുറേ ആൾക്കാർ കരച്ചിലാണ്. നാട്ടിൽ നിന്ന് ആരും വിളിച്ചിട്ടില്ല, ആരും ചോദിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇത് നമുക്ക് രണ്ട് രീതിയിൽ കാര്യങ്ങൾ എടുക്കാം. ഇന്നത്തെ ഒരു ടെക്നോളജി ഇത്ര അഡ്വാൻസ് ആയ ഒരു കാലത്ത് ആരെങ്കിലും വാട്സപ്പിലെങ്കിലും ഒരു 90% ആൾക്കാരത് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും, നിങ്ങൾ സേഫ് ആണോ, വീട്ടിലെത്തിയോ എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, നമ്മളെ ദുബായ് ഗവൺമെൻറ് തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇന്നണക്ക് മഴയും സെറ്റപ്പും ഒക്കെ വരുന്നുണ്ട്, നിങ്ങൾ അത്യാവശ്യത്തിനല്ലാതെ വീട്ടിൻ്റെ വെളിയിൽ ഇറങ്ങരുത്, കാറ് പരമാവധി ഏതെങ്കിലും നല്ല ഇത്തിരി പൊക്കമുള്ള ഏരിയയിൽ പാർക്ക് ചെയ്യണം. അതൊക്കെ ഓൾറെഡി അവർ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും നമ്മൾ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളും എല്ലാം അങ്ങനെ തന്നെ ഓടിക്കൊണ്ടിരുന്നതാണ്. എല്ലാവരുടെ വണ്ടിയും ഇന്ന് കംപ്ലൈൻ്റ് ആണ്, അതൊക്കെ നമുക്കറിയാം. പിന്നെ ഇനി വേറൊരു കാര്യം, ഇപ്പോൾ നിങ്ങളിവിടെ വന്ന് നിൽക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. ആ ബാക്കി 10% ആൾക്കാരുണ്ടല്ലോ, അവരാരും നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു മെസ്സേജ് പോലും അയച്ച് ചോദിച്ചിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നിങ്ങളിവിടെ നിൽക്കുന്നതെങ്കിൽ ഇനി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല.